കേരളത്തിന്റെ ദേശീയ ഉത്സവം പ്രമാണിച്ച് നമ്മുടെ ഈ കൊച്ചു ഗ്രാമീണ മേഖലയിൽ ചെന്നപ്പെട്ട പോലുള്ള ഈ പ്രദേശത്ത് പ്രിയപ്പെട്ടവര് എല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണെന്ന് അറിയാട്ടോ. എന്നാലും സമയം കിട്ടുന്ന പോലെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. ഇത് നമ്മുടെ കടയിലെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ യൂട്യൂബ് വരുമാനം കിട്ടിയതിൽ നിന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഈ കടയും വീടും കൂടെ ഒക്കെ എങ്ങനെ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല ഇത് ഉത്രാട ദിനത്തിന്റെ അന്നൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കടയിൽ നല്ല കച്ചവടം കിട്ടുന്നൊരു ദിവസമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു ദിവസം നമ്മൾ കടയിലൊരു പരിപാടി സംഘടിപ്പിച്ചു. ആ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. ഞാനൊരു വീട്ടമ്മയല്ലേ, ഒരു കുടുംബിനി. അതുകൊണ്ട് തന്നെ കച്ചവടം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും എൻ്റെ തലയിലൂടെയും വീട്ടുകാര്യങ്ങളൊക്കെ ഓടാറുണ്ട്. വീട്ടിലെ പഞ്ചസാര തീരാറായല്ലോ, ചായപ്പൊടി തീർന്നല്ലോ, കടുകും ഉലുവട്ടിനും ഒക്കെ കാലിയാകാറായല്ലോ, നാളെ പുട്ടാണോ അതോ അപ്പമാണോ ഇടിയപ്പമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്. അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാറുണ്ട് കേട്ടോ. ഷാമ്പു എടുത്തോ, ജൂഡിക്ക് കുളിപ്പിക്കാം, ജൂഡിക്ക് കുളിക്കാണ്. ഇതെനിക്ക് പാലും തൈരിന്റെ വെളിയിൽ പോവാം. കടയിലെ കച്ചവടമൊക്കെ കഴിഞ്ഞെല്ലാം വാരി കെട്ടിപ്പിറക്കി വീട്ടിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഒരു ചായ കിച്ചാൻ ഇട്ട് കൊടുത്തൊന്നു മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും രാത്രി 9:30 മണിയൊക്കെ ആവും കേട്ടോ. അപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും, രാത്രി ആയില്ലോ, ഉറങ്ങാൻ സമയമായില്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈ കലണ്ടറിൽ മാതാവിൻ്റെ ഫോട്ടോ ഉള്ള കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഈ വചനം വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഈ വചനം വായിച്ച് ഞാൻ ഇങ്ങനെ സമാധാനപ്പെടും. 5-ാം തീയതി തിരുവോണമാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ തലേദിവസമായ ഉത്രാടത്തിൻ്റെയും തലേദിവസം 2-ാം തീയതി ചൊവ്വാഴ്ച രാത്രിയിലെ കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ 9:30 മണി തുടങ്ങി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ മീൻകറി വെക്കാൻ പോകണം. ചൊവ്വാഴ്ച ഇന്ന് ചന്തയായിരുന്നു. ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് നല്ല അല്ലുവ കഷ്ണം പോലത്തെ മോതമീനായിരുന്നു കേട്ടോ. അത് കറി വെക്കുകയും വറുക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ മുളക് കഴുകി ഉണങ്ങി പൊടിപ്പിക്കുന്ന മുളക് പൊടി ആയതുകൊണ്ടൊക്കെ നല്ല കളറായിരിക്കും, പക്ഷെ അധികം എരിവൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ മുളകിട്ട മീൻകറിയൊക്കെ വെക്കുമ്പോൾ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ മീനിൻ്റെ ഒരു ഉളുമ്പ് ഈ കറിയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. കണ്ടോ, നല്ല ചുമന്നിരിക്കുന്നത്. പക്ഷെ അത്ര എരിവൊന്നുമില്ല കേട്ടോ. പിറ്റേ ദിവസം കറി കഴിക്കാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്ക് ഉത്രാടത്തിനൊക്കെ അടുത്ത ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് തൈരിന് ചിലവുണ്ട് കേട്ടോ. പാല് കാച്ചി ഒഴിക്കും. എനിക്കൊരു ദിവസം നന്നായിട്ട് തൈരിന് ചിലവുണ്ട്. പിന്നെ താണ്ട ഞാൻ ഇന്നേ ഉത്രാടത്തിൻ്റെ തലേ ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇത് പുളിയിഞ്ചിയല്ല, തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇങ്ങോട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. അതും ഒരുപാട് മൂത്ത് പോകാതെ തേങ്ങ വറുത്ത് അരയ്ക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇത് 2 ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാത്രി പാതിരാത്രിക്കൊക്കെയാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ തലേദിവസം പാതിരാത്രിക്കാണ് ഞാൻ ഈ പാത്രം ഇപ്പോൾ കഴുകി തീർത്ത് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മേല് കഴുകി ആ ഡ്രസ്സ് ആ സ്റ്റെയറിൻ്റെ അവിടെ ഇട്ടിരിക്കുന്നു. അതുപോലെ എടുത്ത് വയ്ക്കാൻ സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞ് കിടക്കാമെന്ന് വിചാരിച്ച് കണ്ണടഞ്ഞടഞ്ഞ് പോവുകയാണ് കേട്ടോ. നോക്കുമ്പോൾ ഉണ്ട് ദാണ്ട് ഉണങ്ങിയ ഡ്രസ്സുകൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. കട്ടിലേ വാരിയിട്ടതായിരുന്നു. കട്ടിലേന്ന് അത് സെറ്റിലേക്ക് എടുത്തിട്ട് ഇച്ചാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടന്നു. ഇച്ചാൻ ഉറക്കം പിടിച്ചു. ഞാൻ നോക്കുമ്പോൾ ദാണ്ട് അമ്മച്ചി നല്ല സുഖമായിട്ട് കിടക്കുന്നു കേട്ടോ. വല്ലതും അറിയണോ, സുഖമായിട്ട് ഇറങ്ങാം. പാവം ഞാൻ വരുന്നതിന് മുന്നേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തലയെ കൊണ്ടുവരുന്നത് അമ്മച്ചിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് വേറൊരു ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. കടയിലെ നമ്മുടെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് നമ്മൾ കുറച്ച് എന്താ പറയുക സഹായം ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നേ. കുറച്ച് കുട്ടികൾക്ക് ഉടുപ്പുകൾ, അതായത് പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ 2 ജോഡി വസ്ത്രങ്ങൾ വെച്ചാണ് കേട്ടോ കൊടുത്തത്. 10 കുട്ടികൾക്കാണ് പ്ലാൻ ചെയ്തത്. അതിൽ 7 കുട്ടികൾ നമ്മുടെ കടയിൽ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വലിയൊരു പരിപാടിയായിട്ടൊന്നും ആലോചിച്ചില്ല. പിന്നെ ഓണമൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ടൊരു കേരള സാരിയൊക്കെ എടുത്തങ്ങ് കൊടുത്തു. ഇച്ചായനും ആ സമയമായപ്പോൾ വന്നു, മെമ്പറോട് പറഞ്ഞു. പിന്നെ നമ്മുടെ കടയിലെ കട ഉടമയുണ്ടല്ലോ, ബിൽഡിംഗ് ഓണർ രായപ്പച്ചാനെ വിളിച്ചു. പിന്നെ അവിചാരിതമായിട്ട് അവിടെ നമ്മൾ ഇച്ചായൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ജോണച്ചായനും വന്നു കേട്ടോ. അങ്ങനെ ജോണച്ചായൻ്റെ വകയായിട്ട് പിള്ളേർക്ക് ഓരോ ചോക്ലേറ്റും വെള്ളമൊക്കെ പുള്ളി എന്താ പറയുക സ്പോൺസർ ചെയ്തു. അപ്പോൾ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ഇതാണ് തലൂരത്തെ ജോണച്ചായൻ. പുള്ളി കുറച്ചൊക്കെ ഒരു ധനധർമ്മിയാണ് കേട്ടോ. നമ്മുടെ 8-ാം വാർഡിലെ മെമ്പറാണ് കേട്ടോ, ബിനു സി ചാക്കോ അച്ചായൻ വന്നു. ഇതാണ് പിങ്ക് കളർ ഷർട്ട് ഇട്ട് നടുക്ക് നിൽക്കുന്ന പ്രായം കൂടിയ ആളാണ് കേട്ടോ നമ്മുടെ കടയിലെ ബിൽഡിംഗ് ഓണർ രാജപ്പച്ചായൻ. അപ്പം അങ്ങനെ
എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേരൊക്കെ വന്ന് നമ്മൾ അവർക്കുള്ള സഹായം കൊടുക്കുവാണ് കേട്ടോ. നമ്മളെല്ലാം കൂടെ ബഹുമാന്യരെ, കേരളത്തിന്റെ ദേശീയ ഉത്സവം പ്രമാണിച്ച് നമ്മുടെ ഈ കൊച്ചു ഗ്രാമീണ മേഖലയിൽ ചെന്നപ്പെട്ട പോലുള്ള ഈ പ്രദേശത്ത് BPL വിഭാഗത്തിൽപ്പെട്ട 5 വയസ്സിനും 3 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികൾക്ക് നമ്മുടെ ഈ മീനുവും ജോയിക്കുട്ടിയും 10 പേർക്ക് ഡ്രസ്സ് കൊടുക്കാൻ തീരുമാനിക്കുക. അതനുസരിച്ചാണ് നമ്മളിവിടെ കൂടുകയും ആ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് കൊടുക്കുകയും ചെയ്യുന്നത്. ഇത് ഈ കുഞ്ഞുങ്ങളുടെ ഈ ഓണം പ്രമാണിച്ചുള്ള സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഇതിലൂടെ വെള്ളം കൊടുക്കുന്നത് ഇതിലാപ്പിച്ചെടുത്തു. സാധാരണ ഞാൻ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലെ ഒരുമിച്ച് 10 കുട്ടികൾക്ക് സഹായം കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. 7 കുട്ടികൾ ഇന്ന് കടയിൽ വന്നു. പിന്നെ ഞാൻ 3 കുട്ടികൾക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടിക്ക് ഞാൻ അടുത്ത ദിവസം കൊടുക്കുന്നുണ്ട്, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ വീഡിയോസൊക്കെ കാണുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ യൂട്യൂബിൻ്റെ ഒരു ചെറിയ വരുമാനമാണെങ്കിലും ഓണത്തിന് മുന്നേ വന്നതും അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു സഹായം പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിച്ചത്. നമ്മൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ബാഡ് കമൻറ്റുകളൊക്കെ വന്നിരുന്നു കേട്ടോ. എന്നാലും അവരോട് താങ്ക്സ് പറയുന്നു. അപ്പോൾ ആ വീഡിയോയുടെ വരുമാനത്തിൻ്റെ പകുതി ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി നൽകുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഞാൻ പാലിക്കുന്നു കേട്ടോ. കൂടാതെ നമ്മുടെ ഗിവ് അവേ ഓഫറൊക്കെ എന്താ പറയുക അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെയാണെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. ആ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് വിന്നറെന്ന് അറിയാം. അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾക്കൊഴികെ ഞാൻ അയച്ചു കൊടുത്തു. ആ ഒരാൾ എനിക്ക് അഡ്രസ്സ് തന്നില്ല കേട്ടോ. അതിൻ്റെ എന്താ പറയുക, അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം അതിൻ്റെ കാരണം. അപ്പം എന്താ പറയുക, നമ്മുടെ കടയും കച്ചവടങ്ങളും കാര്യങ്ങളും മാത്രമായിട്ട് അങ്ങ് പോയാൽ പോരല്ലോ. ജോലിയും വരുമാനവും മാത്രമൊന്നുമല്ല, എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് കേട്ടോ. അതെനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് നിങ്ങളിലൂടെയാണ്. അപ്പം അതിനെല്ലാം എനിക്ക് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഒത്തിരി ഒത്തിരി താങ്ക്സ്. എനിക്ക് കൊടുക്കണം കേട്ടോ. ഒരു ടോപ്പും ഉണ്ട്, ഒരു ജീൻസും ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഹാപ്പി ഓണം. ഇന്നേ ഉത്രാട ദിനത്തിൻ്റെ അന്ന് 3:30 മണിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ എന്താ പറയുക ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത്. ഇത് ഉത്രാട ദിനത്തിൻ്റെ അന്ന് ഉച്ച വരെ എനിക്ക് കിട്ടിയ കാശാണ് കേട്ടോ. അതായത് കച്ചവടം ചെയ്തത് ഏകദേശം 8,000-9,000 രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ട് ഉച്ച വരെ. എന്താ പറയുക, പിന്നെ താണ്ടെ പച്ചക്കറിക്കെല്ലാം ഞാനൊരു കടയിൽ ലിസ്റ്റ് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പോണ വഴി അതും വാങ്ങിക്കൊണ്ട് പോകണം. അപ്പോൾ വീട്ടിലെ കാര്യവും കടയിലെ കാര്യവും ഒക്കെ നടക്കണം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കേട്ടോ. ഹാപ്പി ഓണം. ലവ് യു ഓൾ. താങ്ക് യു വെരി മച്ച്.